തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം നിഷേധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം നിഷേധിച്ച് വളരെ ക്രൂരമായ രീതിയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. ഇതൊരു പകപോക്കലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പോലീസ് അധികാരികൾ എപ്പോഴും അവരെ ബോധപൂർവമായി ആലോചിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവർ ശ്രമിക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോലീസുകാർ അതിക്രമിച്ചു കയറി പിടിച്ചിറക്കി കൊണ്ടുപോയത്. അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു നടപടിയിൽ പ്രതിഷേധിച്ച സംസ്ഥാന BJP നേതാക്കളെല്ലാം തന്നെ കമ്മീഷണർ ഓഫീസിലെത്തി കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകുകയുണ്ടായി. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് BJP സംസ്ഥാന സെക്രട്ടറി JR പത്മകുമാറാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. മറുനാടൻ ഷാജൻ സ്കറിയെ ഇന്നലെ രാത്രി വീട്ടിൽ കയറി ജനാധിപത്യ വിരുദ്ധമായി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടിട്ട് ഈ ജനാധിപത്യ വിരുദ്ധമായ നടപടിക്കെതിരെ പരാതി പറയുകയുണ്ടായി. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയിട്ട് പകപോക്കലിൻ്റെ ഭാഗമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരോപിതനായ വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കുറ്റാരോപിതനാണെങ്കിൽ പോലും അല്ലെങ്കിൽ കുറ്റം തെളിയിക്കപ്പെട്ട ആ വ്യക്തിയായാൽ പോലും ഭരണഘടനാപരമായ കുറേ പരിരക്ഷകൾ അവർക്കുണ്ട്. ആ പരിരക്ഷകളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം നിഷേധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം നിഷേധിച്ച് വളരെ ക്രൂരമായ രീതിയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ സമൂഹത്തിൽ വളരെ മാന്യമായി ജീവിക്കുന്ന പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാന്യമായ ഒരു മാന്യതയോടുകൂടി ജീവിക്കുന്ന ആ വ്യക്തിയെ ആരോഗ്യ പരിശോധനയുടെ ഭാഗമായി കൊണ്ടുപോകുമ്പോൾ വസ്ത്രം ധരിപ്പിക്കാനുള്ളൊരു പ്രാഥമികമായ ഒരു കടമ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ട്. പക്ഷെ അത് നിഷേധിക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. അതൊരു പകപോക്കലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിയിക്കണം. ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് സുപ്രീം കോടതിയുടെ ഏറ്റവും അവസാനം 2025 വിധിയിൽ തന്നെ വളരെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം അതൊരു ഫോർമാലിറ്റി അല്ല, അത് മാൻഡേറ്ററി ആണ്. അത് ഈ കാര്യത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പരിരക്ഷ, അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷ, അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഈ അറസ്റ്റിലൂടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ വിവസ്ത്രനായിട്ട് പൊതു ഇടത്തിൽ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂരമായ വളരെ അങ്ങേയറ്റത്തെ മനുഷ്യാവകാശ ലംഘനമാണ്. അതിന് ഗവൺമെൻറ് മറുപടി പറയണം. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. അതാണ് ഞങ്ങൾ പോലീസ് കമ്മീഷണറെ കണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ല, പോലീസ് അധികാരികൾ എപ്പോഴും അവരെ ബോധപൂർവമായി ആലോചിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവർ ശ്രമിക്കുന്നത്. അവരെപ്പോഴും അത് അങ്ങനെ അല്ല, പല വസ്ത്രം ധരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചാണെന്നൊക്കെ ഒരു പ്രചരണം നടത്തും. എന്നാലും എന്ത് പ്രചരണം നടത്തിയാലും ഒരു പൗരന് നൽകേണ്ട മാനുഷികമായ പരിഗണന നൽകാൻ അതിന് അധികാരപ്പെട്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ബാധ്യസ്ഥരാണ്. അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ നിയമ ലംഘനമാണ്. പോലീസിന് പരിരക്ഷയുണ്ടായില്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനെ, അതുപോലെ ഹൈക്കോടതിയെ, മറ്റ് നിയമ സംവിധാനത്തെയൊക്കെ സമീപിക്കാനുള്ള അവകാശം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഷാജൻ സ്കറിയെ കൊണ്ട് അദ്ദേഹം അത്തരത്തിലെടുക്കുന്ന നീക്കങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളും അദ്ദേഹത്തിന് കൂടെ നിൽക്കും. കാരണം ന്യായത്തിൻ്റെ ഭാഗത്താണ് അദ്ദേഹം എപ്പോഴും നിൽക്കുന്നത്. മതമോ രാഷ്ട്രീയമോ അധികാരമോ ഒന്നും നോക്കാതെ ശക്തമായ രീതിയിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോള്, ഈ ഗവൺമെൻറ്റിൻ്റെ നിയമവിരുദ്ധമായ നടപടികളെ ചോദ്യം ചെയ്യുന്ന, അധികാരികളുടെ നിയമവിരുദ്ധമായ നടപടികളെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു ധാർമ്മികമായ പിന്തുണ കൊടുക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ കടമയാണ്. ആ കടമ ഞങ്ങൾ നിറവേറ്റും.
എന്തായാലും പോലീസിന്റെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ച് BJP സംസ്ഥാന നേതൃത്വം മറുനാടൻ മലയാളിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അത് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ ആഷിഖിനൊപ്പം ശരത്, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.